നിങ്ങളും അറിഞ്ഞില്ലേ കോട്ടക്കൽ പുത്തൂര് ഓഷൻ വന്ന കാര്യം? അപ്പം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. പോയ സമയത്ത് കയറി ചെല്ലുമ്പോഴത്തേന് മുന്നിൽ വലിയൊരു ആമയോട്ടോ വെൽക്കം ചെയ്യാൻ നിൽക്കുന്നുണ്ടായിരുന്നേ. അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഓപ്പൺ കിളിക്കൂട്, റോബോട്ട് ഡോഗ്, പിന്നെ ബട്ടർഫ്ലൈ ഗാർഡൻ, അങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ അകത്ത് കാണാനായിട്ട്. ഏകദേശം ഒരു 10 കോടി ചെലവിലാണ് ഒരു എക്സ്പോ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ റോബോ ഡോഗ്സ് ആണ് കേട്ടോ. ഷൈക്കാൻഡും ഡാൻസിങ്ങും എല്ലായിട്ടും വേറെ ലെവൽ പരിപാടിയായിരുന്നു കേട്ടോ അവിടുത്തത്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു വെറൈറ്റി പറഞ്ഞാൽ എലിഫൻറ്റ്, ടൈഗർ, ഡൈനോസർ, അങ്ങനെ ഒത്തിരി കുട്ടികൾക്കും പാരൻസിനും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് 250 അടി നീളത്തിലുള്ള അണ്ടർ വാട്ടർ ടണൽ. ഒന്നും പറയാനില്ല ഇതിനെ കുറിച്ചിട്ട്. അത്രക്കും സൂപ്പറായിരുന്നു. അത്രക്കും വെറൈറ്റി മീൻസ് ഞാൻ ആദ്യമായിട്ടാണ് ഷാർക്കിനൊക്കെ കാണുന്നത് കേട്ടോ. പിന്നെ അരപ്പയ്മ, സ്റ്റാർ ഫിഷ്, തേരണ്ടി, അങ്ങനെ ഒത്തിരി വെറൈറ്റി ഫിഷസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. സത്യം പറഞ്ഞ കടലിൻ്റെ അടിയിലേക്ക് പോയൊരു ഫീലിംഗ് തന്നെ ആയിരുന്നു കേട്ടോ. അത്രക്കും വെറൈറ്റി ഫിഷസ് തന്നെ. അപ്പോൾ ഒരു 10,000 കണക്കിന് മീനുകളെങ്കിലും ഉണ്ടാവും അവിടെ. അത്രയ്ക്കും ഭംഗിയായിരുന്നു കേട്ടോ. പക്ഷേ നല്ല തിക്കും തിരക്കാണ്. ആരും കുട്ടികളെ നിലത്തിറക്കാനേ പാടില്ല. നിലത്തിറക്കിയ കുട്ടി കയ്യിൽ നിന്ന് പോയിട്ട് അത്രക്കും തിരക്കാണ്. ഞങ്ങളൊന്ന് പോയ സമയത്തും ഒരു കുട്ടി മിസ്സിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ എന്തായാലും പോകുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളോട്ടാണ് പോകുന്നതെങ്കിൽ എന്തായാലും ശ്രദ്ധിച്ചുകൊണ്ട്, കുട്ടികളൊക്കെ പെട്ടെന്ന് മിസ്സാവും, കൈ വിട്ട് പോകും. അത്രക്കും നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ. ഇതേ കണ്ടോ ഞങ്ങളുടെ തലൻ്റെ മുകളിൽ കൂടെ പോകുന്നത് വലിയ അരബൈമേന്, ഇത്രങ്ങോളം അരബൈമേന് അവിടെ ഉണ്ടായിരുന്നു അറിയാം. അങ്ങനെ ഒത്തിരി ഫിഷസ് ഉണ്ടായിരുന്നു. പിന്നെ പുറത്താണെങ്കിൽ നമുക്ക് അതിവിശാലമായ ഫുഡ് കോർട്ട് ഉണ്ട്, കൺസ്യൂമർ സ്റ്റാൾ ഉണ്ട്. ഫാമിലിക്കാണെങ്കിൽ ഫാമിലി ഗെയിംസ് ഉണ്ട്, കുട്ടികൾക്കാണെങ്കിൽ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉണ്ട്. പിന്നെ നമ്മളൊക്കെ ഒരുപാട് ചെറുപ്പത്തിൽ കഴിച്ചിട്ടുള്ള നൊസ്റ്റടിക്കുന്ന മിഠായികളൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ അവിടെ. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കണ്ടു പറഞ്ഞ മിഠായികളൊക്കെ കാലങ്ങൾക്ക് ശേഷം ഇപ്പോഴായിട്ട് കാണുന്നത്. അതുകൊണ്ട് എനിക്ക് സിത്തുമണിക്കും കാണിക്കാനും അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനും പറ്റിയിട്ടോ. പിന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇഗ്വാന, ബേഡ്സ്, സ്നേക്ക്, കുതിര, ഒട്ടകം, ഇവയൊക്കെ ഉണ്ട്. ഇവരുടെ കൂടെ ഫോട്ടോ എടുക്കാനും ടച്ച് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ പുറത്താണെങ്കിൽ സ്റ്റേജ് പ്രോഗ്രാം നടക്കുമായിരുന്നു. ഗൗരിലക്ഷ്മി ആയിട്ടോ ഞങ്ങൾ പോയെന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓരോ ദിവസം ഓരോ സിംഗേഴ്സാണ് വരിക. നല്ല തകർപ്പൻ പരിപാടി തന്നെയായിരുന്നു കേട്ടോ അന്ന്.